എനിക്കറിയില്ല അത് കട്ട് ചെയ്യുന്നുണ്ടോ. നിങ്ങൾ കട്ട് ചെയ്തോ? അല്ല, പ്രൊഡ്യൂസർ തന്നെ തീരുമാനിച്ചിട്ട് കട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ അത് അടുത്ത ദിവസം തിയേറ്ററിൽ വരും കട്ട് ചെയ്യാൻ. അങ്ങനെയൊക്കെ ഞാൻ ആ സിനിമ കണ്ടില്ല. നിങ്ങൾ കണ്ടോ? ഞാൻ കണ്ടു. നല്ലതല്ലേ? സിനിമ കലയെന്നുള്ള രീതിയിൽ നല്ലതാണ്. കൊലയൊന്നുമില്ല. എന്താ അഭിപ്രായം പൊതുവെ? അത് എമ്പുരാനെ പറ്റി പറഞ്ഞു കേട്ട രീതി ഞാൻ പറയാം ആ ഭാഷയിൽ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കണക്ട് ചെയ്താൽ മതി. ഹിന്ദു സമുദായത്തിന് ഒരു പോറലുണ്ടായാൽ അത് തങ്ങളുടെ ഭാവിയെ ബാധിക്കും, നിലനിൽപ്പിനെ ബാധിക്കും എന്ന് വിശ്വസിക്കുന്ന ന്യൂനപക്ഷങ്ങളുള്ള നാടാണ് കേരളം. മറ്റൊന്ന്, 10 വർഷം മുമ്പത്തെ നരേറ്റീവ്. നരേന്ദ്രമോദി ശൂലം കൊണ്ട് നടക്കും ഒക്കെ ഉണ്ടല്ലോ, ഇവിടുത്തെ നമ്മുടെ നേതാക്കന്മാർ പ്രസംഗിച്ചതാണ്. അതേപടി കാണിക്കുകയാണെങ്കിൽ എത്രമാത്രം തെറ്റായിട്ടുള്ള നരേറ്റീവായിരുന്നു എന്ന് ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് എല്ലാ വീടുകളിലും ചർച്ച ചെയ്യണം. നരേന്ദ്രമോദിയെ അപമാനിക്കുന്ന രീതിയിൽ, ഹിന്ദു സമുദായത്തെ അപമാനിക്കുന്ന രീതിയിൽ ഏതാണ്ട് 15 വർഷം മുമ്പ് നടത്തിയ അതേ അപമാനം നടത്തുന്നത് കാണണം ജനങ്ങൾ. എന്നാലേ ബോധ്യപ്പെടുകയുള്ളൂ എന്താണ് ഉണ്ടായതെന്ന്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയില്ല ഈ കലയാണോ കല ജീവിതം തന്നെയാണോ. കുട്ടിക്കൃഷ്ണന്മാരാരുടെ സമയത്ത് ഒരു ചർച്ചയാണ്, അത് ഒരു സമാപ്തിയിലെത്തിയില്ല. ചിലർ പറഞ്ഞു കല തന്നെയാണെന്ന്. അത് വലിയ ആൾക്കാരാണ് ആ കാലഘട്ടത്തിൽ 70s. അല്ല, ഞാൻ പറയട്ടെ, കലയാണെന്നും കല മാത്രമാണെന്നും കല ജീവിതം തന്നെയാണെന്നും. പക്ഷേ അതിലൊരു കൺക്ലൂഷൻ എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആർക്കും എന്തും പറയാം. അതിൻ്റെ അകത്ത് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ മനുഷ്യനെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് ഓർമ്മ വേണം. ഒരു നിലപാട് ഞാൻ മാറിയിട്ടില്ലല്ലോ. ഇപ്പോഴും ഞാൻ അത് തന്നെയല്ല പറഞ്ഞു. എല്ലാവരും കാണണമെന്നല്ല പറഞ്ഞത്. പിന്നെ ഇതിന് എനിക്ക് കട്ടിൻ്റെ കാര്യം അറിയത്തില്ല. പിന്നെ ഈ സിനിമ പുഷ്പുൾ, പിന്നെ പുഷ്പുൾ എന്ന് പറഞ്ഞാൽ ഹൗസ്, പുഷ്പുൾ ഹൗസ്, പിന്നെ ടോപ്പ് ഹൗസ്. അപ്പോൾ അതിൻ്റെ തിയേറ്ററിൻ്റെ മുകളിൽ കയറിയിരുന്നിട്ട് കണ്ടുകൊണ്ട് ചില തിയേറ്ററുകളൊക്കെ ബലക്ഷയം സംഭവിച്ചു കാണും. അതുകൊണ്ട് ഇതിൻ്റെ ജനപ്രീതി കുറയ്ക്കാൻ വേണ്ടി അവർക്ക് എളിമ തോന്നിക്കാണും. അതുകൊണ്ട് ചിലപ്പം കട്ട് ചെയ്ത് കാണും. എനിക്കറിയത്തില്ല. അവർ തോന്നിയൊരു കാര്യം, ഇപ്പോൾ സാർ സംസാരിക്കുന്നത് സർക്കാസ്റ്റിക് ആയിട്ടാണ്. കഴിഞ്ഞ ദിവസം സംസാരിച്ചതാകട്ടെ കൃത്യമായ നിലപാടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ MT രമേശിൻ്റെ നിലപാടാണ് എനിക്കുള്ളത് ഈ സിനിമയിൽ. ഞാൻ മാറ്റിയിട്ടില്ല. ഇന്നലത്തെ തുടർച്ചയായിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞില്ല ഇത് കാണണമെന്ന് പറഞ്ഞത് എങ്ങനെയാണ് നരേന്ദ്രമോദിയെ നിങ്ങൾ ചീത്തയാക്കിയത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറഞ്ഞില്ലേ, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറഞ്ഞല്ലോ. അതെന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ മോഹൻലാൽ വന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഡാമേജ് ഒന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം പിന്നെ വില്ലനായി വന്നെങ്കിലും കയറി വരികയായിരുന്നു. അങ്ങനെയല്ലേ വ്യാഖ്യാനിച്ചത്? നമിക്കുന്നു. പിന്നെ എന്തായിരുന്നു ഉദ്ദേശിച്ചത്? ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ എന്താണ് സർക്കാസ്റ്റിക്, എന്താണ് റിയാലിറ്റി. ഇന്നലെയാണ് ആഞ്ഞടിച്ചത്. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് നെഗറ്റീവിൽ നിന്ന് എങ്ങനെയാണോ പോസിറ്റീവായത്. മോഹൻലാലിൻ്റെ കാര്യമല്ലേ പറഞ്ഞത്. അതുപോലെയാണ് നിങ്ങൾ നരേന്ദ്രമോദിയെ ആക്ഷേപിച്ചിട്ട് ഉയരങ്ങളിലെത്തിയത്. അതുപോലെ കേരള BJP ഉയരങ്ങളിലെത്തും എന്നാണ് പറഞ്ഞത്. കാരണം എങ്ങനെയാണോ ഒരു സമുദായത്തെ ആക്ഷേപിച്ചത് അത് മനസ്സിലാക്കണം. ഒരു വ്യക്തിയെ ആക്ഷേപിച്ചു, നരേന്ദ്രമോദിയെ, രണ്ടിനെ തടയാൻ പറ്റിയില്ലല്ലോ, ഉയരങ്ങളിലെത്തിയില്ലേ. അന്ന് നിങ്ങളങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നരേന്ദ്രമോദി ഇതേപോലെ എത്തില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നെഗറ്റീവ് തീർച്ചയായിട്ടും BJP ഇല്ലാതാക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ പറഞ്ഞത് ഇന്ന് പറഞ്ഞതും ഒന്ന് തന്നെ. പക്ഷെ അത് നിങ്ങൾ മോഹൻലാൽ ഇത് അതിനൊന്നും പറ്റിയില്ലല്ലോ എന്നൊക്കെയാണ് വ്യാഖ്യാനിക്കുന്നതെങ്കിൽ നന്ദി, നമസ്കാരം. ഇപ്പോഴത്തെ വിഷയം അതല്ലല്ലോ, അങ്ങ് പറഞ്ഞ ആ വാചകമല്ലല്ലോ.
ഇന്നങ്ങ് ഇന്നലെ പറഞ്ഞത് അത് തിരിച്ചു പറഞ്ഞു ആ ഹിന്ദു സമുദായത്തിൽ ഞാനല്ല തിരിക്കുന്നത്, നിങ്ങൾ തിരിച്ചു. അല്ല ഇന്നലെ പറഞ്ഞതിന്റെ വാചകം ഇന്നലെ പറഞ്ഞത് നമ്മളൊക്കെ കേട്ടതാണ്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ആ നിലപാട് തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ദൈവമേ, ഇവിടുത്തെ മീഡിയയെ മുഴുവൻ സഹായിക്കണമേ. മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ കരുത്തല്ലേ. കാരണം അതുകൊണ്ട് ഇപ്പോൾ ചാനലുകളെല്ലാവരും ഓഫ് ചെയ്യുകയാണ്, പത്രങ്ങൾ മാറ്റി വെക്കുകയാണ്. ഇത് ടോക്സിക്കായിട്ട് മാറുകയാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ സ്ട്രെയിറ്റ് ആയിട്ട്, ഇത്രയും ഒരു സിനിമ എന്നുള്ള നിലയിൽ ഈ എമ്പുരാൻ റീഎഡിറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു നിർബന്ധിതാവസ്ഥ വേണോ? ഇങ്ങനെ ഒരു കട്ട് ചെയ്തിട്ടൊക്കെ പ്രദർശിപ്പിക്കേണ്ടതുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ആ തിയേറ്ററുകൾക്കെല്ലാം ബലക്ഷയം ഉണ്ടാകുന്നു. അതിൻ്റെ അകത്ത് ആളുകൾ കയറിയിരുന്നിട്ട് അപ്പോൾ അവർക്ക് എളിമയുണ്ടായി, ഈ ജനപ്രീതി കുറയ്ക്കണം. അപ്പോൾ അതുകൊണ്ട് അവർ തന്നെയാണ് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്, ആരും പറഞ്ഞിട്ടില്ല കട്ട് ചെയ്യാൻ. അതിട്ട് നിങ്ങളുണ്ടാക്കുന്നതാണ്. രാഷ്ട്രീയപരമായി വിവാദം ഉണ്ടാക്കിയിരിക്കുന്ന ഭാഗങ്ങൾ വെട്ടിമാറ്റും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ വില്ലന്റെ പേരുൾപ്പെടെ എനിക്കറിയില്ലെന്നേ. അത് സംഭവിച്ചു കഴിഞ്ഞിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. അത് ഞാൻ പറഞ്ഞില്ലേ, അവരുടെ എളിമ കൊണ്ടാണ്. കാരണം ഭയങ്കര ജനപ്രീതി ഇതിന്. ഈ തിയേറ്ററുകളെല്ലാം നിറഞ്ഞു കവിഞ്ഞ് അതിൻ്റെ മുകളിലൊക്കെ കയറിയിരുന്ന് ആൾക്കാർ ഈ വാതിലയിലൊക്കെ തൂങ്ങിക്കിടന്ന് സിനിമ കാണുകയാണ്. അപ്പോൾ അവർക്ക് തോന്നി ഇത്രയും വലിയൊരു ജനപ്രീതി ഭയങ്കര അപകടമാണ്. അപ്പോൾ അതുകൊണ്ട് ചില ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് എളിമ കൊണ്ടാണ്. നിങ്ങളെപ്പോലെ തന്നെ എളിമയുണ്ട് അവർക്ക്. അതിൻ്റെ അകത്ത് ഒരു ചിന്താക്കുഴപ്പമില്ല. ഇതാണ് അഭിപ്രായം പറയാം. ഒരു സിനിമ എന്ന് പറയുന്നത് അങ്ങനെ ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു കമ്പൽഷന് വഴങ്ങിയിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അത് അവരോടല്ലേ ചോദിക്കേണ്ടത്. അവരുടെ എളിമ ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ. അവർ സ്വയം തീരുമാനിക്കുകയാണ്. അതിൻ്റെ ജനപ്രീതി വർദ്ധിച്ച് തിയേറ്ററുകളുടെ എല്ലാം കഥകളൊക്കെ തൂങ്ങിപ്പോകുന്നു. അതേ തൂങ്ങിക്കിടന്നുകൊണ്ടാണ് കാണുന്നത്. പിന്നെ മുകളിൽ കയറി ഇരുന്നിട്ട് താഴോട്ട് നോക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടിച്ചു കയറുന്നത്. ആരെ കൊണ്ടെങ്കിലും ഈ സിനിമ കാണിക്കരുതെന്ന് പറഞ്ഞിട്ട് ഇതോ കാണിച്ചിരിക്കുന്നു, ഇവൻ പറഞ്ഞിരിക്കുന്നു കാണരുത് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇത് കൊടുക്കാനല്ലേ. എനിക്കറിയില്ലെന്നേ, ഞാൻ കണ്ടില്ലെന്നേ. ഇത് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം പറഞ്ഞു. ഇനി അതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് നിങ്ങൾ പറഞ്ഞു. ഈ ബൈബിളിലൊരു വാചകമുണ്ട്, നിങ്ങളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നോ അതുപോലെ തന്നെ മറ്റുള്ളവരോട് നിങ്ങൾ പെരുമാറുക. അത്രേ എനിക്ക് പറയാനുള്ളൂ എല്ലാവരോടും, ഇതുമായിട്ട് ബന്ധപ്പെട്ടവരോട്. ബൈബിൾ വചനമാണ്, ഇനി അത് തിരുത്താൻ പറയരുത്. ശരി.